പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 6-ാം അധ്യായം ആരംഭിക്കുന്നത് സാബത്തിനെ കുറിച്ചുള്ള വിവാദത്തിന്റെ 2 സംഭവങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. 6-ാം അധ്യായത്തിൽ പ്രധാനമായും സാബത്തിനെ കുറിച്ചുള്ള ഈ വിവാദം, അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കുന്നത്, രോഗികളെ സുഖപ്പെടുത്തുന്ന സംഭവം, സുവിശേഷ ഭാഗ്യങ്ങൾ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനും അന്യരെ വിധിക്കരുതെന്നുമുള്ള ആഹ്വാനങ്ങൾ, അവസാനം ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാനും വിശ്വാസമാകുന്ന ഉറച്ച അടിസ്ഥാനത്തിന്മേൽ ഭവനം പണിയാൻ, വിശ്വാസമാകുന്ന പാറമേൽ ഭവനം പണിയുവാനുള്ള ആഹ്വാനത്തോടെ, ഇങ്ങനെ 8 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 6-ാം അധ്യായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 6:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഒരു സാബത്ത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർക്ക് അതിരു പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു. ഫരിസേയരിൽ ചിലർ ചോദിച്ചു, സാബത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നതെന്ത്? അവൻ മറുപടി പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അരച്ചന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ സാബത്തിന്റെയും കർത്താവാണ്. യേശു സാബത്തിനുമേൽ തനിക്കുള്ള അധികാരത്തെ എടുത്തു കാട്ടുന്നു. സാബത്ത് മനുഷ്യന് വേണ്ടിയുള്ളതാണ്, അല്ലാതെ മനുഷ്യൻ സാബത്തിനു വേണ്ടിയുള്ളവനല്ല എന്ന് മത്തായി, മർക്കോസ് സുവിശേഷകന്മാർ അവതരിപ്പിച്ചു. ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ മനുഷ്യപുത്രൻ സാബത്തിന്റെയും കർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വിവരണം അവസാനിപ്പിക്കുന്നു. യേശു മണവാളൻ മണവറക്കാരോട് കൂടെയുള്ള പുതുയുഗത്തിലേക്ക് നമ്മെ നയിക്കാൻ വന്നവനാണ്. രോഗത്തിനുമേലും പ്രകൃതി ശക്തികൾക്കുമേലും പൈശാചിക ശക്തികൾക്കുമേലും ഒക്കെ അധികാരമുണ്ട് യേശുവിന്. ഇവിടെ പറയുന്നു അവൻ സാബത്തിന്റെയും കർത്താവാണ്. ഇത് കൂടുതൽ വ്യക്തമാക്കാൻ 6 മുതലുള്ള വാക്യങ്ങൾ. മറ്റൊരു സാബത്തിൽ ഒരു സിനഗോഗിൽ പ്രവേശിച്ച് യേശു പഠിപ്പിക്കുകയായിരുന്നു. അവിടെ വലതുകൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. നിയമജ്ഞരും ഫരിസേയരും യേശുവിൽ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് പരിശോധിച്ചുകൊണ്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ യേശു അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് ദേവാലയത്തിൽ ഉണ്ടായിരുന്ന കൈ ശോഷിച്ച മനുഷ്യനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുവിൽ വന്നു നിൽക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവരോടായി പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. യേശു ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. അവിടുത്തെ വാക്കുകളിലൂടെ ശക്തി പുറപ്പെടും. അവിടുന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, ശക്തി പുറപ്പെടും. മാത്രമല്ല, തീവ്രമായ ആഗ്രഹത്തോടെ ആരെങ്കിലും അവന്റെ അടുക്കലേക്ക് ചെന്നാൽ പോലും അവനിൽ നിന്ന് ശക്തി പുറപ്പെടും. യേശുവിന്റെ വിസ്മയനീയമായ ശക്തി, സൗഖ്യദായകമായ ശക്തി, ജീവദായകമായ ശക്തി, പൈശാചിക ശക്തികളെ ഉന്മൂലനം ചെയ്യുന്ന ശക്തി, അതാണ് ഇവിടെ പ്രകടമാകുന്നത്. ഇത് കണ്ടപ്പോൾ ഫരിസേയരും നിയമജ്ഞരും രോഷാകുലരായി. യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ പരസ്പരം ആലോചിച്ചു. അവനെ എങ്ങനെ നശിപ്പിക്കും? യേശുവിന്റെ അധികാരവും അതുല്യ ശക്തിയും പല സംഭവങ്ങളിലൂടെ ഇപ്രകാരം വെളിപ്പെടുത്തിയതിന് ശേഷം 12 മുതലുള്ള വാക്യങ്ങൾ. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു എന്ന് പറയുന്നത്, ഇത് കഴിഞ്ഞാൽ ഉടൻ യേശു ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ പ്രാധാന്യത്തെ എടുത്തു കാട്ടുന്നതാണ്. രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ലൂക്കായുടെ സുവിശേഷത്തിൽ
ഏത് പ്രധാന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പും യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ യേശു അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുക്കുന്ന സംഭവമാണ്. 6-ാം അധ്യായത്തിലെ 2-ാമത്തെ സംഭവം. ആദ്യ ശിഷ്യരെ തെരഞ്ഞെടുക്കുന്നതാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇത് അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുക്കുന്ന സംഭവം. തന്നോടൊപ്പം ആയിരിക്കുവാൻ 12 പേരെ അപ്പോസ്തലന്മാരെന്ന പേര് നൽകി യേശു തെരഞ്ഞെടുത്തു. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യരെ അടുത്തു വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേര് നൽകി. ശിഷ്യ ഗണം, വലിയൊരു ഗണം യേശുവിനുണ്ട്. അതിൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് അപ്പോസ്തല സ്ഥാനം നൽകിയത്. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ. യേശു തന്റെ ശുശ്രൂഷയ്ക്കായി പ്രത്യേകം തെരഞ്ഞെടുത്തവർ 12 പേർ. ആരൊക്കെയാണ് ഈ 12 പേർ? അവർ പത്രോസ് എന്നവൻ പേര് നൽകിയ ശിമയോന്റെ പേര് മാറ്റി പത്രോസ് ആക്കി. ഈ പുതിയ പേര് നൽകുന്നത് കർത്താവ് പത്രോസിന് നൽകാനിരിക്കുന്ന അധികാരത്തെ സൂചിപ്പിക്കുന്നു. പ്രത്യേക ഉത്തരവാദിത്വവും അധികാരവും. പത്രോസ് എന്ന പേര് നൽകിയ ശിമയോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, മത്തായി എന്ന് പറയുന്ന ലേവിയാണ്, തോമസ്, ഹൽഫയുടെ പുത്രനായ യാക്കോബ്. തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ശിമയോൻ യാക്കോബിന്റെ മകനായ യൂദാസ്. യാക്കോബിന്റെ മകനായ യൂദാസ് തദേവൂസാണ്. ഒറ്റുകാരനായ യൂദാസ്. തുടർന്ന് യേശു രോഗികളെ സുഖപ്പെടുത്തുന്ന സംഭവം. അതായത് യേശു വീണ്ടും താൻ തെരഞ്ഞെടുത്ത തന്റെ ശിഷ്യർക്ക് യേശുവിന്റെ അതുല്യ ശക്തിയും അധികാരവും വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. 17 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രവിക്കാം. അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. മാത്യുവിന്റെ സുവിശേഷത്തിൽ അവൻ മലമുകളിലേക്ക് കയറി. ഇവിടെ സമതലത്തിൽ വന്നു നിന്നു. അവിടേക്ക് വന്നപ്പോൾ ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവന്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ഒരു ജനസമൂഹവും അവിടെ ഒരുമിച്ച് കൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. അപ്പോൾ തന്നെ ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം നോക്കി പാർത്തിരിക്കുക. കാരണം അവർക്കറിയാം യേശുവിനെ തൊട്ടാൽ മതി അവനിൽ നിന്ന് ശക്തി പുറപ്പെടുമെന്ന്. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടാണ് എല്ലാവരെയും സുഖപ്പെടുത്തിയത്. സൗഖ്യദായകമായ ശക്തി അവനിലുണ്ട്, അവന്റെ വാക്കുകളിലുമുണ്ട്. യേശു രോഗികളെ സുഖപ്പെടുത്തുന്ന സംഭവം വിശദീകരിച്ചതിന് ശേഷം 20 മുതലുള്ള വാക്യങ്ങളിൽ സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. മലമുകളിലായിരുന്ന യേശു താഴേക്ക് ഇറങ്ങി വന്നു. അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. മാത്യുവിന്റെ സുവിശേഷത്തെ പോലെ 8 സൗഭാഗ്യങ്ങൾ ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ല. 8 സൗഭാഗ്യങ്ങളുടെ സ്ഥാനത്ത് 4 സൗഭാഗ്യങ്ങൾ. അത് കഴിഞ്ഞ് 4 ദുരിതങ്ങൾ. 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ സൗഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നു. എന്നാൽ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ദുരിതത്തെ കുറിച്ച് പറയുന്നു. 4 ഭാഗ്യങ്ങളും 4 ദുരിതങ്ങളുമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ആദ്യം യേശു പറയുന്നു, ദരിദ്രരെ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ദൈവരാജ്യത്തിന്റെ അവകാശികളായാൽ ലഭിക്കുന്ന ഭാഗ്യങ്ങൾ. ആത്മാവിൽ ദരിദ്രരെന്ന് തന്നെയാണ് ആത്യന്തികമായിട്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഭൗതിക ദാരിദ്ര്യത്തെ വെക്കുന്നില്ല, അവഗണിക്കുകയാണെന്ന് പറയാനിടവരരുത്. ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. സ്വന്തം സുരക്ഷിതത്വം മാത്രം നോക്കിയാൽ പോരാ എന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. ദരിദ്രർ ഭാഗ്യവാന്മാർ ആയത് എന്തുകൊണ്ടാ? ദൈവരാജ്യം നിങ്ങളുടേതാകുന്നു. ദരിദ്രരെന്ന അർത്ഥം 2 അർത്ഥത്തിലും ഉപയോഗിക്കാം. ലൂക്ക സാമ്പത്തികവും സാമൂഹികമായും സമൂഹത്തില് പുറന്തള്ളപ്പെട്ടവരും സാമ്പത്തികമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവരും
ആയിട്ടുള്ള ചെറിയവരെ, എളിയവരെ കണക്കാക്കുന്നുണ്ട്. ഒപ്പം മാത്യു പറഞ്ഞതുപോലെ ആത്മാവിൽ ദരിദ്രരായവരും. ആത്മാവിൽ ദരിദ്രരായവർ ദൈവത്തിൽ ആശ്രയം വെക്കുന്നു, ദൈവമാകുന്ന സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ദൈവരാജ്യം ഈ ഭൂമിയിൽ സംജാതമാകാൻ വേണ്ടി അധ്വാനിക്കും, അവരുടെ സർവ്വ സമ്പത്തും ദൈവമായിരിക്കും. ഇത് അന്നത്തെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ജസ്റ്റ് ഓപ്പോസിറ്റാ. അന്നത്തെ സമൂഹത്തിൽ സമ്പന്നരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദരിദ്രരെ ആ കഷ്ടം. ദരിദ്രർ അവഗണിക്കപ്പെട്ടവരാ, സമ്പന്നരാണ് ഭാഗ്യവാന്മാർ. അപ്പൊ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ കർത്താവ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗ്യം എന്നാൽ അതിനോട് ചേർത്തൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചേ. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ദുരിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. ആ വൈരുദ്ധ്യം നോക്കുക. മൂന്നാമത്തെ ഭാഗ്യം, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ഇപ്പോൾ കരയുന്നവർ ചിരിക്കും. കരയുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ ക്ലേശങ്ങൾ ഓർത്ത് കരയാം, സ്വന്തം പാപം ഓർത്ത് കരയാം, മറ്റുള്ളവരുടെ പാപം ഓർത്ത് കരയാം, ഭൂമിയിൽ ദൈവരാജ്യം, ദൈവഭരണം വരുന്നത് വൈകുന്നതിനെ ഓർത്ത് കരയാം. നാലാമത്തെ ഭാഗ്യം, മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ചു കുതിച്ചു ചാടുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. യേശുവിനെ പ്രതി പീഡനങ്ങളോ ക്ലേശങ്ങളോ ദുരിതമോ ഈ ലോകത്ത് അനുഭവിക്കുന്നവർ ഇരട്ടി ആഹ്ലാദിക്കാനിടയാകും. 4 ഭാഗ്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് അടുത്ത് 4 ദുരിതങ്ങൾ. ഒന്ന്, സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ച് കരയും. ഈ ലോകത്ത് സുഖ സൗകര്യങ്ങളും ആനന്ദവും സംതൃപ്തിയും മാത്രം അനുഭവിച്ച് കഴിയുന്നവർ പരലോകത്തിൽ ദൈവത്തോടൊത്ത് സൗഭാഗ്യം അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ച് കരയും. അവസാനമായി, മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും ഇങ്ങനെ തന്നെ ചെയ്തിരുന്നു. വിശുദ്ധരൊക്കെ അവരെ ആരെങ്കിലും അല്പമൊന്ന് അഭിനന്ദിച്ചു പറഞ്ഞാൽ അവർ ദുഃഖിച്ചു കരയുമായിരുന്നു. ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ആ പ്രശംസ കിട്ടുന്നത് അവർക്ക് വഹിക്കാനാവാത്ത ദുഃഖത്തിന് കാരണമാണ്. പക്ഷെ നമ്മളോ, പ്രശംസ കിട്ടിയില്ലെങ്കിലാണ് നമുക്ക് ദുഃഖം, അവഹേളിക്കുന്നതാണ് നമുക്ക് ദുഃഖം. പക്ഷെ അവരൊക്കെ അവഹേളിക്കുമ്പോൾ, മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ സന്തോഷിക്കുമായിരുന്നു. കാരണം സ്വർഗത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ പ്രതിഫലം വളരെ വലുതാണ്. സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ ഈ കേട്ടത്. 4 ഭാഗ്യങ്ങളും 4 ദുരിതങ്ങളും. ശിഷ്യന്മാര് മാത്രം കേട്ടാൽ പോരാ. ഇത് യേശുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടില്ലെങ്കിലും യേശുവിന്റെ വചനം കേൾക്കാൻ ആഗ്രഹിച്ചു വരുന്ന അനേകരുണ്ട്. സമതലത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ ഇവരെല്ലാവരോടുമാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ ഏറ്റവും ദീർഘമായ ഒരു പ്രഭാഷണമാണ് ഈ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ശ്രവിച്ചതോടൊപ്പം 4 കാര്യങ്ങൾ കൂടെ ഇനിയുമുണ്ട്. ഒന്ന്, യേശു തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ പറയുന്നത്. 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. ഇതിലെ പ്രധാന സന്ദേശം മാത്രം എടുത്തു പറയുന്നു. ആദ്യം യേശു പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യണം, ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു ചെകിട്ട തടിക്കുന്നവന് മറ്റേ ചെകിടുകൂടെ കാണിച്ചു കൊടുക്കണം, മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്, നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. എല്ലാം പറഞ്ഞു വന്നിട്ട് സുവർണ നിയമം. എന്താണ് സുവർണ നിയമം? മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറുക. 32-ാം വാക്യം മുതൽ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ
എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്താൽ എന്ത് പ്രത്യേകതയാ? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ വായ്പ കൊടുത്താൽ അതിലെന്ത് പ്രത്യേകത? എല്ലാവരും അത് ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ഇത് ചെയ്യുമ്പോൾ കർത്താവ് പറയാണ്, നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഈ പറഞ്ഞു വന്നതിന്റെ മുഴുവൻ സാരാംശം അവസാനത്തെ ഒരു വാചകത്തിൽ, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നമ്മൾ അർഹിക്കാത്ത വിധം ദയയും അലിവും ഔദാര്യവും എല്ലാം ദൈവം നമ്മളോട് കാണിക്കുന്നു. നമ്മൾ അർഹിക്കുന്ന ശിക്ഷ നമ്മുടെ മേൽ വരുത്താതെ നമ്മളോട് ദയയോടെ അലിവോടെ കരുണയോടെ പെരുമാറുന്ന ദൈവം. ഇപ്രകാരം കരുണയുള്ളവർക്കേ ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റൂ. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് അവൻ കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നമുക്കും കരുണയുള്ളവരായിരിക്കാം. യഥാർത്ഥത്തിൽ ഈ സുവിശേഷങ്ങളിലെ യേശു നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ കരുണ നന്നായിട്ട് മനസ്സിലാക്കാം. സുവിശേഷങ്ങളിലെ ക്രിസ്തു ദർശനം മനസ്സിലാക്കുമ്പോൾ അവന്റെ കരുണ വളരെ ആഴത്തിൽ നമുക്ക് അടുത്തറിയാൻ കഴിയും. ക്രിസ്തുവിന്റെ കാരുണ്യം അതിന്റെ പരിപൂർണതയിലെത്തുന്നത് കുരിശിലെ യാഗത്തിലും പരിശുദ്ധ കുർബാനയിലും. യേശു നമ്മളോട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായി നമുക്ക് പാലിക്കാൻ പറ്റുന്നവയല്ല. പക്ഷേ ദൈവപിതാവിന്റെ കരുണയും സ്നേഹവും നമ്മളിലുണ്ടെങ്കിൽ നമുക്കും കരുണയുള്ളവരായിരിക്കാൻ കഴിയും. 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ വിധിക്കരുത് എന്ന് കർത്താവ് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ അതിന്റെ 10 മടങ്ങായി നമുക്ക് ലഭിക്കും. അതാണ് കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞത്. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ കിട്ടും. പക്ഷെ കൊടുക്കുന്ന അളവിലല്ല 100 ഇരട്ടി. തുടർന്ന് യേശു ഒരു ഉപമ പറഞ്ഞു, അത് വ്യക്തമാക്കാൻ. കുരുടനെ നയിക്കാൻ സാധിക്കുകയില്ല, ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും. നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കെ സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് എങ്ങനെ പറയാൻ കഴിയും? കപടനാട്യക്കാരാ, ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോ അവരന്റെ കണ്ണിലെ കരട് നീക്കിക്കളയാൻ നിനക്ക് കഴിയും. വൃക്ഷങ്ങളെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയാൻ. നല്ല വൃക്ഷം ചീത്ത ഫലം പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും പുറപ്പെടുവിക്കില്ല. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയാം. മുൾച്ചെടിയിൽ അത്തിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. ഉള്ളിൽ നന്മയാണോ, അവന്റെ വാക്കും പ്രവൃത്തിയും നന്മയായിരിക്കും. ഉള്ളിൽ ദുഷിച്ച മനോഭാവവും ചിന്താഗതിയുമാണോ, അവന്റെ വാക്കും പ്രവൃത്തിയും ദുഷിച്ചതായിരിക്കും. നമ്മുടെ ജീവിതത്തെ നമ്മൾ ശോധന ചെയ്യണം. തിന്മയുടെ വഴിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ, ദുഷ്ടതയിൽ വർത്തിക്കുന്നവരുടെ വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയുമാണോ എന്റേത്? അതോ നീതിമാന്റെ മാർഗത്തിൽ ചരിക്കുന്ന വിധത്തിലുള്ള വാക്കും പ്രവൃത്തികളുമാണോ? അവസാനമായി യേശു ആവശ്യപ്പെടുന്നു, ഉറച്ച അടിസ്ഥാനത്തിന്മേൽ ഭവനം പണിയണം. വിശ്വാസമാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിയുക. ആഴമായ വിശ്വാസത്തിൽ അടിയുറച്ച ജീവിതം. ഈ വചന സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. അനേകരെ അനുഗ്രഹത്തിന്റെ ഈ മാർഗത്തിലേക്ക് വഴികാട്ടി നയിക്കുകയും ചെയ്യാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.